ഹായ് ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്കിന്നൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ? അപ്പോൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഷോ ഒക്കെ കാണിക്കാമെന്ന് വെച്ചാൽ ഷോ കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനും കൂടെ സ്കൂട്ടറിലാണ് പോകുന്നത്. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്, പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. ആ അമ്പലത്തിലൊക്കെ എത്തി. അമ്പലത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായതേ ഉള്ളൂ കേട്ടോ, ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട്. നല്ല രസമാണ്. അവിടുത്തെ ആൽമരവും ഒക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അമ്പലത്തിലോട്ട് നടന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ മഹാവിഷ്ണു ദേവനാണ്. ഇവിടുത്തെ ഉത്സവം എന്ന് വെച്ചാൽ ദശാവതാര ചാർത്തോട് കൂടിയിട്ടാണ് കേട്ടോ. ഓരോ ദിവസവും മഹാവിഷ്ണു ദേവൻ്റെ ഓരോ അവതാരങ്ങൾ വെച്ചിട്ട്, അപ്പം 10 അവതാരം വെച്ചിട്ട് 10 ദിവസം ഇവിടെ നല്ല ഭംഗിയാണ്. ഓരോ ദിവസം ഓരോ ചാർത്തിയിട്ട് ഭഗവാനെ കാണാൻ ഭംഗിയാണ്. അതായത് മഹാവിഷ്ണു ദേവൻ്റെ മത്സ്യ, കുർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ശ്രീരാമ, ശ്രീകൃഷ്ണ, ബലരാമ, അതുപോലെ തന്നെ മോഹിനി, ഇങ്ങനെ 10 അവതാരങ്ങൾ ഓരോ ദിവസവും ഓരോ അവതാരമായിട്ട് ഭഗവാനെ ഒരുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ അവതാരങ്ങളുടെയും പടം ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വരച്ചിരിക്കുന്നത് മനു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. കൈ ഇല്ലാത്ത മനു എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. പുള്ളിക്കാരൻ ഇച്ചിരി ഫേമസ് ഒക്കെ ആയി. നമ്മുടെ ശബരിമലയിലൊക്കെ പുള്ളിക്കാരൻ പോയി പടമൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. അയ്യപ്പസ്വാമിയുടെ ചിത്രങ്ങളൊക്കെ പുള്ളിക്കാരനാണ് വരച്ചത്. അപ്പോൾ ആ പുള്ളിക്കാരനാണ് ഇവിടെയും ഈ പടമൊക്കെ വരച്ചിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ. ഒരു കൈ ഇല്ലാതെ ഒറ്റ കൈ കൊണ്ടിട്ടാണ് ആ ഇത്രയും പടങ്ങളൊക്കെ വരച്ചത്. അത്രയും ഭംഗിയായിട്ടാണ് ഭഗവാനെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിനകത്തോട്ട് കയറി തൊഴുതു, പിന്നെ ഇറങ്ങി കാവലൊക്കെ തൊഴുതു. അവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. ആ കുളമല്ല, ഒരു ചിറയിൽ നിറച്ചും താമരയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. കണ്ടില്ലേ, ആ പുള്ളിക്കാരൻ വരച്ചതാണ്, ആ ചേട്ടൻ വരച്ചതാണ് ഇതെല്ലാം. എന്ത് ഭംഗിയായിട്ടാണല്ലേ ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ക്ലിയറായിട്ട് വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ അവതാരത്തിൻ്റെയും പേര് സഹിതം പുള്ളി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും ഭംഗിയാണ്. അങ്ങനെ നമ്മളവിടെ അമ്പലത്തിലെല്ലാം തൊഴുതു. അപ്പോൾ ഉത്സവം കഴിഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഇതൊന്നും അഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് വാഴത്തോപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ പാടം ഉണ്ടല്ലോ, നെൽപ്പാടം, വയലൊക്കെ ആയിരുന്നു. വയലിലിപ്പം നെല്ലൊന്നുമില്ല, ജസ്റ്റ് വാഴ, അതുപോലെ തന്നെ തെങ്ങ്, ഇതൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ വയലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ്. രാവിലത്തെ ആ വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ആ വയൽ കാണാൻ വേണ്ടിയിട്ട്. രാവിലത്തെ ഒരു പ്രത്യേക ഒരു വെയിലുണ്ടല്ലോ, ആ വെയിലടിക്കുമ്പോൾ അവിടെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് കയറി റോഡ് തിരിഞ്ഞ് റൈറ്റിലോട്ട് കയറിയാൽ നമ്മുടെ വീട്ടിലെത്താൻ പറ്റും, പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി നല്ല ഫുൾ പോസിറ്റിവിറ്റി ആയിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു എനർജിയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.